ഹലോ എവ്രി വൺ വെൽക്കം ടു JM അക്കാഡമി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ IELTS റീഡിങ്ങിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിവിടെ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുമ്പം എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ 3 ക്വസ്റ്റ്യൻസ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. അതായത് ഒരു ക്വസ്റ്റ്യനും 3-4 ഓപ്ഷൻസും കാണും. പാരഗ്രാഫ് വായിച്ചിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. What point does the writer make about microbes in the first paragraph? അപ്പം ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഏത് പാരഗ്രാഫിലാണ് നമ്മുടെ ആൻസർ വരിക എന്നുള്ളത് അത് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏത് പാരഗ്രാഫിലാണ് ആൻസർ വരുന്നതെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ പാരഗ്രാഫ് നമ്മൾ പോയി വായിച്ച് നോക്കിയാൽ മതി അല്ലേ. IELTS എക്സാം എഴുതുന്നവർക്കറിയാം ചിലപ്പം ഏത് പാരഗ്രാഫിലാണ് ആ ആൻസർ എന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യനകത്ത് പലപ്പോഴും മെൻഷൻ ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാരഗ്രാഫിൽ മൈക്രോബ്സിനെ പറ്റി റൈറ്റർ എന്ത് പോയിൻ്റാണ് മേക്ക് ചെയ്യുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്ഷൻസ് വായിക്കണം. ദേ അഡാപ്റ്റ് ക്വിക്ക്ലി ടു ദെയർ എൻവിറോൺമെൻറ്റ്, അതായത് അവരുടെ എൻവിറോൺമെൻറ്റിലോട് ക്വിക്ക്ലി പെട്ടെന്ന് തന്നെ അവർ അഡാപ്റ്റ് ആകുന്നവരാണ്. ദ റിസ്ക് ദേ പോസ് ഹാസ് ബീൻ എക്സാഗറേറ്റഡ്, അതായത് മൈക്രോബ്സ് കാരണം ഉണ്ടാവുന്ന റിസ്ക് ഒരുപാട് കൂടുതലാണെന്നാണ് പറയുന്നത്. ദേ ആർ മോർ പ്ലെൻറ്റിഫുൾ ഇൻ ആനിമൽ ലൈഫ് ദാൻ പ്ലാന്റ് ലൈഫ്, പ്ലാന്റ് ലൈഫിനെക്കാട്ടിലും കൂടുതലായിട്ട് ഇവരുള്ളത് ആനിമൽ ലൈഫിലാണെന്നാണ് പറയുന്നത്. നാലാമത്തെ ഓപ്ഷൻ, ദേ വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഫോർ ലോങ്ങർ ദാൻ ദ ഹ്യൂമൻ റേസ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ് എക്സിസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ കാലം ഇവർ എക്സിസ്റ്റ് ആകും എന്നാണ്, നിലനിൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലേത് പോയിൻ്റാണ് നിങ്ങൾ ആ ഫസ്റ്റ് പാരഗ്രാഫിൽ മൈക്രോബ്സിനെ പറ്റി വായിക്കുന്നതെന്ന് വേണം നോക്കാനായിട്ട്. ഓക്കെ, സോ മൈക്രോബ്സ്, മോസ്റ്റ് ഓഫ് ദം ബാക്ടീരിയ, ഹാവ് പോപ്പുലേറ്റഡ് ദിസ് പ്ലാനറ്റ് since long before animal life developed and they will outlive us. അതായത് ബാക്ടീരിയ പോലെയുള്ള മൈക്രോബ്സ് അത് ഒരുപാട് വർഷങ്ങളായിട്ട് ആനിമൽ ലൈഫിനെക്കാട്ടിലും മുമ്പ്, ബിഫോർ എന്നാണ് പറയുന്നത്, ഈ പ്ലാനറ്റിലുള്ളതാണ്. ആൻഡ് ദേ വിൽ ഔട്ട്ലിവ് അസ് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടിലും കൂടുതൽ അവർ ജീവിക്കും എന്നാണ്. ഓക്കെ, ഇൻവിസിബിൾ ടു ദ നേക്കഡ് ഐ, അപ്പം നേക്കഡ് ഐയിൽ ഇൻവിസിബിൾ ആണ്. ദേ ആർ യുബിക്വിറ്റസ്. ഓക്കെ, ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. ദേ ഇൻഹെബിറ്റ് ദ സോയിൽ, എയർ, റോക്സ് ആൻഡ് വാട്ടർ ആൻഡ് ആർ പ്രസൻറ്റ് വിത്തിൻ എവറി ഫോം ഓഫ് ലൈഫ് ഫ്രം സീവീഡ് ആൻഡ് കോറൽ ടു ഡോഗ്സ് ആൻഡ് ഹ്യൂമൻസ്. അപ്പോൾ അവർ എവിടേക്കാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്, എവിടേക്കാണ് അവ ഉള്ളതെന്നാണ് പറയുന്നത് മൈക്രോബ്സ്. ആൻഡ് അസ് യോങ് എക്സ്പ്ലെയിൻസ് ഇൻ ഹിസ് അട്ടർലി അബ്സോർബിങ് ആൻഡ് ഹ്യൂജ്ലി ഇമ്പോർട്ടൻറ്റ് ബുക്ക് വി മെസ് വിത്ത് ദം അറ്റ് ആർ പെറിൽ. അപ്പം നമ്മൾ നമ്മുടെ ഒരു ഡേഞ്ചർ, പെറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചർ എന്നുള്ളൊരു മീനിങ് ആണ് വരിക. വി ആർ മെസ്സിങ് വിത്ത് ദ മൈക്രോബ്സ്, നമ്മൾ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നമ്മളാണ് അതിനൊരു തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫിൽ മൈക്രോബ്സിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്ഷനിൽ ഏത് കാര്യമാണ് പറയുന്നതെന്ന് നോക്കുക. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻസ് ഒന്നുകൂടെ ഒന്ന് പോയി നോക്കാം. ദേ അഡാപ്റ്റ് ക്വിക്ക്ലി ടു ദെയർ എൻവിറോൺമെൻറ്റ്, അപ്പം അവരുടെ എൻവിറോൺമെൻറ്റുമായിട്ട് പെട്ടെന്ന് തന്നെ അവർ അഡാപ്റ്റ് ആകുന്നു എന്ന് നമ്മളിവിടെ വായിച്ചിട്ടില്ല. കുറേ എൻവിറോൺമെൻറ്റ്, അതായത് സോയിൽ, എയർ, റോക്സ്, വാട്ടർ ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ക്വിക്ക്ലി അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഐഡിയ അവിടെ, ഒരു പോയിന്റ് അവിടെ മേക്ക് ചെയ്യുന്നില്ല. അടുത്തത്, ദ റിസ്ക് ദേ പോസ് ഹാസ് ബീൻ എക്സാഗറേറ്റഡ് എന്നാണ്. അപ്പം അവരുണ്ടാക്കുന്ന റിസ്ക് അതിനെപ്പറ്റി ഒന്നും ഈ പാരഗ്രാഫിൽ അഗെയിൻ പറയുന്നില്ല അല്ലേ. പിന്നെ ദേ ആർ മോർ പ്ലെൻറ്റിഫുൾ ഇൻ ആനിമൽ ലൈഫ് ദാൻ പ്ലാന്റ് ലൈഫ്, പ്ലാന്റ് ലൈഫിനെക്കാട്ടിലും ആനിമൽ ലൈഫിലാണത്, അങ്ങനെ പറയുന്നില്ല. ആനിമൽ ലൈഫിനെ പറ്റി പറയുന്നുണ്ട്. ആനിമൽ ലൈഫ് ഉള്ളതിനെക്കാട്ടിലും, അല്ലെങ്കിൽ ആനിമൽ ലൈഫ് വരുന്നതിനെക്കാട്ടിലും മുമ്പ് ഇത് പ്ലാനറ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഓപ്ഷനിൽ പറയുന്ന ആ ഒരു പോയിന്റ് അവിടെ മേക്ക് ചെയ്യുന്നില്ല. ദേ വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഫോർ ലോങ്ങർ ദാൻ ദ ഹ്യൂമൻ റേസ്, അതവിടെ പറയുന്നുണ്ട് അല്ലേ. ആൻഡ് ദേ വിൽ ഔട്ട് ലീവ് അസ് എന്ന് പറയുന്നുണ്ട്, നമ്മളെക്കാട്ടിലും അവർ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത് അല്ലേ. അപ്പം ആ ഒരു പോയിന്റ് അവിടെ മേക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതാണ്, ഡി ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫിൽ റൈറ്റർ ഈസ് ഇംപ്രസ്ഡ് ബൈ ദ ഫാക്ട് ദാറ്റ്, റൈറ്റർ എന്തോ ഒരു ഫാക്റ്റിൽ ഇംപ്രസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ സെക്കൻഡ് പാരഗ്രാഫ് എഗെയിൻ ഇതേപോലെ നമ്മൾ ഓപ്ഷൻസ് വായിച്ചിട്ട് സെക്കൻഡ് പാരഗ്രാഫിൽ പോയി നോക്കുക. ഓക്കെ,
നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓപ്ഷൻസ് വായിച്ചിട്ട് പാരഗ്രാഫിലോട്ട് പോകാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ച് ഡയറക്റ്റ്ലി പാരഗ്രാഫിലോട്ട് പോയിട്ട് നമുക്ക് ഇവിടെ തിരിച്ചു വന്നാലും മതി. എന്തായാലും പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ ഓപ്ഷൻസ് വായിക്കേണ്ടത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എളുപ്പത്തിന് വേണ്ടി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പാരഗ്രാഫ് വായിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നാലും അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. അപ്പോൾ ഇവിടെ റൈറ്റർ ഒരു ഫാക്റ്റിൽ ഇംപ്രസ്ഡ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. എവ്രി സ്പീഷീസ് ഹാസ് ഇറ്റ്സ് ഓൺ കോളനി ഓഫ് മൈക്രോബ്സ്. അപ്പോൾ ഓരോ സ്പീഷീസിലും അവരുടേതായിട്ടുള്ള മൈക്രോബ്സ് ഉണ്ട്. അതിനെ എന്താണ് വിളിക്കുന്നത്? കോൾഡ് എ മൈക്രോബയോം. ഓക്കെ, മൈക്രോബയോം എന്നാണ് അതിനെ വിളിക്കുക. ആൻഡ് ദീസ് മൈക്രോബ്സ് വേരി നോട്ട് ഓൺലി ബിറ്റ്വീൻ സ്പീഷീസ് ബട്ട് ഓൾസോ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് വിത്തിൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ. അപ്പം അവർ ഓരോ ഇൻഡിവിജ്വലിനും ഡിഫറെൻ്റ് ആണ്. ഇനി ഇൻഡിവിജ്വലിന് മാത്രമല്ല, അവരുടെ ഇടയിൽ ഓരോ പാർട്ടിലും ഡിഫറെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് അമേസിങ് ഈസ് ദാറ്റ്. അപ്പോൾ അമേസിങ് കണ്ടോ, ഇംപ്രസ്ഡിൻ്റെ സിനോണിം അല്ലേ. വാട്ട് ഈസ് അമേസിങ് ഈസ് ദാറ്റ് വൈൽ ദ നമ്പർ ഓഫ് ഹ്യൂമൻ സെൽസ് ഇൻ ദ ആവറേജ് പേഴ്സൺ ഈസ് അബൌട്ട് 30 trillion, the number of microbial ones is higher, about 39 trillion. Okay, so human cells 30 trillion ആണെങ്കിൽ അതിനെക്കാട്ടിലും ഹയർ ആണ് മൈക്രോബിയലിൻ്റെ കൗണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അറ്റ് ബെസ്റ്റ് യോങ് ഇൻഫോംസ് അസ് വി ആർ ഓൺലി 50% ഹ്യൂമൻ ഇൻഡീഡ്. അതായത് 50% മാത്രമാണ് നമ്മൾ ഹ്യൂമൻ, ബാക്കിയെല്ലാം മൈക്രോബിയൽ ആണെന്നാണ് ഇവിടെ യോൺ പറയുന്നത്. Indeed, some scientists have suggest we should think of each species and its microbes as a single unit, dubbed a holobiont. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ഇതായിട്ട് വേണം കാണാനായിട്ടെന്നാണ്, സിംഗിൾ യൂണിറ്റ് ആയിട്ട് കാണാം എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഓപ്ഷൻസിൽ പോയി നോക്കുക. നമ്മൾ ഈ വായിച്ച കാര്യം, ഈച്ച് സ്പീഷീസ് ടെൻസ് ടു ഹാവ് വാസ്റ്റ്ലി ഡിഫറെൻറ്റ് മൈക്രോബ്സ്. ഓരോ സ്പീഷീസിനും പലതരത്തിലുള്ള മൈക്രോബ്സ് ആണ് ഉള്ളതെന്നാണോ ഇവിടെ പറയുന്നതെന്ന് നോക്കുക. അപ്പം ഇവിടെ പറയുന്നത് ഓരോ സ്പീഷീസിനും ഓരോ മൈക്രോബ്സ് എന്നാണോ എന്ന് നോക്കിയേ. ദീസ് മൈക്രോബ്സ് വേരി നോട്ട് ഓൺലി ബിറ്റ്വീൻ സ്പീഷീസ് ബട്ട് ഓൾസോ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് വിത്തിൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ. അതായത് സ്പീഷീസിനെ പറ്റി പറയുന്നുണ്ട്, പക്ഷേ അത് ആരെ ഇംപ്രസ് ചെയ്യുന്നില്ല, ഇവിടെ റൈറ്ററിനെ ഇംപ്രസ് ചെയ്യുന്നില്ല. റൈറ്റർ ഇംപ്രസ്ഡ് അമേസിങ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ടാണ്. അപ്പം നമ്മുടെ ആൻസർ എവിടെയായിരിക്കും വരിക? ഈ അമേസിങ് ഈസ് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ, ആ നമ്പറിനെ പറ്റിയാണ് 39 trillion ആൻഡ് 30 trillion പറഞ്ഞ ഒരു പോർഷനാണ്. അത് ഏതാണോ നോക്കിയാൽ മതി. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ അറിയാം, മൂന്നാമത്തെ ഓപ്ഷനിൽ ദ ആവറേജ് ഇൻഡിവിജ്വൽ ഹാസ് മോർ മൈക്രോബിയൽ സെൽസ് ദാൻ ഹ്യൂമൻ വൺസ്. ഇതാണ് അവിടെ ഇംപ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് അമേസിങ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അല്ലേ. പിന്നെ പാർട്സ് ഓഫ് ദ ബോഡി കണ്ടെയ്ൻ റിലേറ്റീവ്ലി ഫ്യൂ മൈക്രോബ്സ്. എഗെയിൻ പാർട്ട് ഓഫ് ദ ബോഡീനെ പറ്റി പറയുന്നുണ്ട്, പക്ഷേ അമേസ്ഡ് എന്നുള്ളതിൽ പറയുന്നില്ല. പിന്നെ സയൻറ്റിസ്റ്റ് ഹാവ് ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ മൈക്രോബിയൽ സെൽസ് ബിഹേവ്. സയൻറ്റിസ്റ്റിന് അത്ര അണ്ടർസ്റ്റാൻഡിങ് അറിയില്ല എന്നുള്ള രീതിയിലാണ് അതും ഇവിടെ അമേസിങ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ആ ഒരു 39 trillion ആൻഡ് 30 trillion ആ കൗണ്ടിൻ്റെ കാര്യമാണ്. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് സി ആണ്. ഓക്കെ, നൗ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ മൈക്രോബ്സിനെ പറ്റി എന്ത് പോയിൻ്റാണ് റൈറ്റർ മേക്ക് ചെയ്തതെന്ന് നമ്മൾ എന്ത് ചെയ്തു, ആദ്യത്തെ പാരഗ്രാഫിൽ നോക്കി. ഇവിടെ റൈറ്റർ അവിടെ പാരഗ്രാഫിൽ എന്ത് പറഞ്ഞാലും റൈറ്ററിനെ ഇംപ്രസ് ചെയ്തു എന്നാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ റൈറ്റർ ഡൂയിങ് ഇൻ ദ 5th paragraph? 5th paragraphൽ റൈറ്റർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. ഓക്കെ, സോ 5th പാരഗ്രാഫാണ് നമ്മൾ വായിക്കേണ്ടത്. 5th പാരഗ്രാഫ് ഈ ഒരു പാരഗ്രാഫാണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് പാരഗ്രാഫിലായിരുന്നു. ഇനി 5th പാരഗ്രാഫ് എന്ന് പറയുന്നത് ലാസ്റ്റ് പാരഗ്രാഫാണ്. ഓക്കെ, ഫോർ മോസ്റ്റ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി വി ഹാഡ് നോ ഐഡിയ ദാറ്റ് മൈക്രോബ്സ് എക്സിസ്റ്റഡ്. The first man to see these extraordinarily potent creature was a Dutch lens maker called Antony van Leeuwenhoek in the 1670s. അപ്പം മൈക്രോബ്സ് എക്സിസ്റ്റ് ആയിരുന്നോ എന്നുള്ളതിൽ, ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ആയിരുന്നോ എന്നുള്ളതിൽ നമുക്ക് ഐഡിയ ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് യൂസിങ് മൈക്രോസ്കോപ്സ് ഓഫ് ഹിസ് ഓൺ ഡിസൈൻ ദറ്റ് കുഡ് മാഗ്നിഫൈ അപ് ടു 270 times, he examined a drop of water from a nearby lake and found it teeming with tiny creature he called animalcules. It wasn't until nearly 200 years later that the research of French biologist Louis Pasteur indicated that some microbes caused disease. It was Pasteur's germ theory that gave bacteria the poor image that endures today. So, ഇവിടെ എഗെയിൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പാരഗ്രാഫിൽ എന്ത് പറയുന്നു എന്നുള്ളതല്ല, എന്ത് പോയിന്റ് മേക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല, റൈറ്റർ എന്താണ് ഈ 5th പാരഗ്രാഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് അല്ലേ. അപ്പോൾ റൈറ്റർ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
ഈ പറഞ്ഞ മൈക്രോസ്കോപ്പ് വഴി ലേക്കിൽ നിന്ന് മൈക്രോബ്സിനെ അല്ലെങ്കിൽ ഈ ഒരു ആനിമൽ ക്യൂൾസിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പറയാണ്. പിന്നെ ഒരു ഫ്രഞ്ച് ബയോളജിസ്റ്റ് റിസർച്ചിൽ കണ്ടുപിടിച്ച കാര്യമൊക്കെ റൈറ്റർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പാരഗ്രാഫിൽ. റൈറ്റർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഹീ ഈസ് എക്സ്പ്ലെയിനിങ് ഹൗ എ ഡിസ്കവറി വാസ് മെയ്ഡ്, അല്ലേ? ആ ഡിസ്കവറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കമ്പയറിങ് സയൻറ്റിസ്റ്റിനെ തമ്മിൽ, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റിൻ്റെ തിയറീസ്, മൈക്രോബ്സിൻ്റെ തിയറീസ് തമ്മിൽ കമ്പയർ ചെയ്യുവല്ല, അല്ലേ? പിന്നെ ഡിസ്ക്രൈബിങ് കൺഫ്യൂഷൻ എമംഗ് സയൻറ്റിസ്റ്റിൻ്റെ എമങ്ങുള്ള കൺഫ്യൂഷൻ ഡിസ്ക്രൈബ് ചെയ്യല്ല. ഗിവിങ് ഡീറ്റെയിൽസ് ഓഫ് ഹൗ മൈക്രോബ്സ് കോസ് ഡിസീസ് എന്നുള്ളത് പറയുന്നുണ്ട്, പക്ഷേ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അല്ല റൈറ്റർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ റൈറ്റർ ഡൂയിങ് എന്നൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഹീ ഈസ് എക്സ്പ്ലെയിനിങ് ആ ഒരു ഡിസ്കവറി എങ്ങനെയാണ് മേക്ക് ചെയ്തതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എ ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ 3 ക്വസ്റ്റ്യൻ ഞാനിവിടെ നമ്മളിന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് വേറൊന്നും കൊണ്ടല്ല, ഈ ക്വസ്റ്റ്യൻസ് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത രീതിയിലല്ല രണ്ടാമത്തത് ചെയ്ത രീതിയിലല്ല നമ്മൾ മൂന്നാമത്തെ ചെയ്തത്. അതെന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മൈക്രോബ്സിനെ പറ്റി എന്ത് പോയിന്റാണ് റൈറ്റർ മേക്ക് ചെയ്യുന്നതെന്നായിരുന്നു. അപ്പോൾ മൈക്രോബ്സിനെ പറ്റി ഈ 4 ഓപ്ഷനിൽ എന്ത് കാര്യമാണ് ആ പാരഗ്രാഫിൽ അതേപോലെ ഐഡിയ സഹിതം പറയുന്നതെന്നാണ് നമ്മൾ നോക്കിയത്. ഇവിടെ പാരഗ്രാഫിൽ എന്ത് വേണമെങ്കിലും പറയാം. അടുത്ത ക്വസ്റ്റ്യനിൽ 15ാമത്തെ ക്വസ്റ്റ്യനിൽ പാരഗ്രാഫിൽ എന്ത് പറയുന്നു, എന്ത് പോയിന്റ് മേക്ക് ചെയ്യുന്നു എന്നല്ല, പാരഗ്രാഫിൽ എന്തൊക്കെ പറഞ്ഞാലും റൈറ്റർ ഇംപ്രസ്ഡ് ആണോ എന്നാണ് നമ്മളിവിടെ നോക്കേണ്ടത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനകത്ത് എഗെയിൻ പാരഗ്രാഫിൽ അവിടെ ലൂയി പാസ്റ്ററിനെ പറ്റിയും ആ ലേക്കിൽ നടത്തിയ ആ ഒരു എക്സ്പെരിമെൻറ്റിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ പാരഗ്രാഫിൽ പറയുന്നു എന്നല്ല, റൈറ്റർ ആ എഴുതിയ ആൾ എന്താണ് അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം ആ റൈറ്റർ ആ പാരഗ്രാഫിൽ ചെയ്തുകൊണ്ടിരുന്നത് എക്സ്പ്ലെയിനിങ് ആയിരുന്നു, ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത് ഡിസ്കവറിനെ പറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാനിവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അതുപോലെ ഓക്കെ. അപ്പം ഞാൻ എടുക്കുന്ന ക്ലാസ് IELTS റീഡിങ്ങിനെ പറ്റിയാണെങ്കിലും ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ്സുകൾ എടുക്കുക, എക്സ്പ്ലനേഷൻ തരികയാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ വേണം ഈ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും ഓർക്കുക, IELTS മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യനെയും ഓരോ രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് വേണം അത് അപ്രോച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. IELTS ക്ലാസ്സിനായിട്ട് നിങ്ങൾക്ക് JM Academy കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.